നമസ്കാരം. ഹാസ്യം അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് പൊതുവെ പറയാറുണ്ട്. ഹാസ്യം കൃത്യമായി ഫലിപ്പിക്കുന്നവർക്ക് മറ്റേത് വേഷം വളരെ എളുപ്പം പ്രയോഗിക്കാനും പറ്റുമെന്നും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ പകരം വെക്കാനില്ലാത്ത സ്ഥാനമായിരുന്നു സലീം കുമാറിൻ്റേത്. ഒരുപാട് ആലോചിച്ച് ചിരിക്കേണ്ട ആന്തരിക അർത്ഥമുള്ള തമാശകളോ രംഗങ്ങളോ ആയിരുന്നില്ല സലീം കുമാറിൻ്റേത്. ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാവുകയും ചിരിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നതായിരുന്നു സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും. മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി സലീം കുമാറിൻ്റെ സിനിമാ സംഭാഷണങ്ങൾ മാറിയതും ഈ ലാളിത്യം കൊണ്ട് തന്നെയാണ്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മീമുകളായി വരെ സലീം കുമാറിൻ്റെ ഭാവങ്ങളും സംഭാഷണങ്ങളും മാറി. മീമുകൾ വൈറലായപ്പോൾ ആ സിനിമയും കഥാപാത്രത്തെയും വരെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞെത്തി. താൻ ഒരേ ക്യാമറയിലേ ഉപയോഗിക്കുന്നത്, പിന്നെ ഞാൻ മാത്രം എന്തിന് സ്റ്റെപ്പ് മാറ്റണം, അവന് വെറൈറ്റി വേണം, അത്ര വെറൈറ്റി എന്ന് പറഞ്ഞ ഡാൻസ് മാസ്റ്റർ വിക്രം, ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ, ഇതൊക്കെ എന്ത് എന്ന് നിസ്സാരമായി ചോദിച്ച സ്രാങ്കും, മാധവൻ്റെ കീശയിലൂതി കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയ, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയും, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് പറഞ്ഞ വൺമാൻ ഷോയിലെ കഥാപാത്രവുമൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകുന്നതാണ്. രചയിതാവിൻ്റെ തൂലികയിൽ പിറന്ന സംഭാഷണങ്ങൾക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ജീവൻ നൽകിയിട്ടുണ്ട് സലീം കുമാർ. അത്തരത്തിൽ മലയാളി നെഞ്ചേറ്റിയ ചില സംഭാഷണങ്ങൾ ഇവയൊക്കെയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, എനിക്കെല്ലാമായി തിരുപ്പതിയായി, എൻ്റെ ആറ്റുകാൽ ഭാസ്കര. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തിനെ പോലും വിളിച്ചു പോകും. ഉഷ്ണമുഷ്ണനെ ശാന്തികൃഷ്ണ എന്നാണല്ലോ. അച്ഛനാണത്രേ അച്ഛൻ, അച്ഛനെ കാണണം എന്ന് പറഞ്ഞു കരയുമ്പോൾ പള്ളിയിൽ അച്ഛനെ കാണിച്ചു തരുമായിരുന്നു എൻ്റെ പൊന്നമ്മച്ചി. കന്നിമാസം വന്നോ എന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. അല്ല, ഞാനൊരു ഉദാഹരണത്തിനൊരു പര്യായം പറഞ്ഞതേ ഉള്ളൂ, ആരും പേടിക്കേണ്ട, ഓടിക്കോ. ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്തുള്ള കോമഡി കേട്ടാൽ ചിരിച്ച് കക്ഷത്തിൽ നീര് വരും. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതെന്ന് പറഞ്ഞ് ചിരിക്കാൻ. എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്, ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്, ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. ഇത്രയും ഫേമസ് ആയ എന്നെ നിനക്ക് മനസ്സിലായില്ലേടാ ജാടത്തെണ്ടി. ഇനി എങ്ങാനും ശരിക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? എൻ്റെ മാതൃഭൂമി വരെ നനഞ്ഞു പോയല്ലോ, എൻ്റെ സാറേ എന്നെ തല്ലല്ലേ. ഓൾ ദി ബ്യൂട്ടിഫുൾ പീപ്പിൾ, കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനായിരിക്കണം. അങ്ങനെ പടക്ക കമ്പനി ഗുദാഹുവ. അങ്ങ് ദുഫായിൽ ഷെയ്ഖിൻ്റെ ഇടംകൈ ആയിരുന്നു ഞാൻ, അവിടെയെല്ലാം ഇടത്തോട്ടാണല്ലോ. അവർ വലത് കൈ ഉപയോഗിക്കുന്നത് മറ്റു ചില ആവശ്യങ്ങൾക്കാണ്. ഇതടിച്ചിട്ട് ചിരിക്കല്ലേ, ചിരി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡയലോഗുകൾ. കൗണ്ടറുകളുടെ പെരുമഴ തീർത്ത പുലിവാൽ കല്യാണം, വെൽക്കമിന് പകരം മലയാളികളെ മെൽക്കവ് പഠിപ്പിച്ച കല്യാണരാമൻ, 3ഓളം ചിത്രങ്ങളിൽ റെഫറൻസ് കഥാപാത്രമായി വന്ന അഡ്വക്കേറ്റ് മാധവനുണ്ണി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം അനശ്വരമാക്കിയ സംഭാഷണങ്ങൾ ഇന്നും മലയാളികളിൽ പൊട്ടിച്ചിരി പടർത്തും. ആ ശബ്ദവും ടൈമിംഗും കൊണ്ട് ജീവൻ നൽകിയ സംഭാഷണങ്ങൾ ഇനിയും നമ്മെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് ആലോചിച്ച് ചിരിക്കേണ്ട ആന്തരിക അർത്ഥമുള്ള തമാശകളോ രംഗങ്ങളോ ആയിരുന്നില്ല സലീം കുമാറിൻ്റേത്. ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാവുകയും ചിരിക്കാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നതായിരുന്നു സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും. മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി സലീം കുമാറിൻ്റെ സിനിമാ സംഭാഷണങ്ങൾ മാറിയതും ഈ ലാളിത്യം കൊണ്ട് തന്നെയാണ്.